ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തമ്പനയിൽ കണ്ടതാണ് എബവ് ഓൾ. എബവ് ഓൾ നമ്മൾ ഇംഗ്ലീഷിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് എബവ് ഓൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതി നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എന്താണ് ഇതിൻ്റെ അർത്ഥം, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എബവ് ഓൾ. എബവ് ഓൾ നമ്മൾ എവിടെയാണ് എബവ് ഓൾ എന്നുള്ള ഈ ഒരു രീതി ഉപയോഗിക്കുന്നത്? അപ്പൊ ഈ രണ്ട് വാക്കുകൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അർത്ഥം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. എബവ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നാണ്, ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാം എന്നാണ്. അപ്പൊ ഇതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെയല്ല ഇതിന്റെ അർത്ഥം വെക്കേണ്ടത്. എബവ് ഓൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിലും ഉപരി, നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അല്ലേ, എല്ലാത്തിലും ഉപരി, അതിലെല്ലാം ഉപരി, സർവോപരി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനേക്കാളൊക്കെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിനേക്കാളൊക്കെ, അതിൻ്റെ എല്ലാം ഉപരി, അതിൻ്റെ എല്ലാം മുകളിലായിട്ട്, അതിനേക്കാളൊക്കെ അപ്പുറത്തായിട്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറില്ലേ? യെസ്, അവിടെയൊക്കെ നമുക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്ത്, എബവ് ഓൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് എല്ലാത്തിലും ഉപരി എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിച്ചിട്ട് കുറച്ച് വാചകങ്ങൾ പറഞ്ഞു നോക്കുക എന്നുള്ളതാണ്. വാചകങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, അത് പഠിച്ചെടുക്കുക. ഓക്കെ, ഇപ്പോ ഒരാൾ ഇങ്ങനെ പറയാണ്, എബവ് ഓൾ ഡോണ്ട് മെൻഷൻ ദിസ് മാറ്റർ ടു ഹെർ. എബവ് ഓൾ എല്ലാത്തിലും ഉപരിയായിട്ട്, ഡോണ്ട് മെൻഷൻ നീ സൂചിപ്പിക്കാൻ പാടില്ല, ദിസ് മാറ്റർ ഈ ഒരു കാര്യം, ടു ഹെർ അവളോട്. അപ്പോൾ എല്ലാത്തിനും ഉപരിയായിട്ട് നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാര്യം ഒരിക്കലും നീ അവളെ അറിയിക്കാൻ പാടില്ല, അവളോട് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. എല്ലാത്തിനും ഉപരിയായിട്ട് നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു കാര്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഒരിക്കലും നീ അവളോട് സൂചിപ്പിക്കരുത്. സൂചിപ്പിച്ചു കഴിഞ്ഞാൽ തീരുമാനമായി എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാ പറയാ, എബവ് ഓൾ എല്ലാത്തിലും ഉപരി, ഡോണ്ട് മെൻഷൻ ദിസ് മാറ്റർ ടു ഹെർ ഈ ഒരു കാര്യം അവളെ ഒരിക്കലും അറിയിക്കരുത്, ചിലപ്പോൾ അവള് തകർന്നു പോയേക്കാം. ഡോണ്ട് മെൻഷൻ ദിസ് മാറ്റർ ടു ഹെർ. ഇനി മറ്റൊരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഇപ്പൊ ഒരാൾ പറയാണ്, എല്ലാത്തിനും ഉപരിയായിട്ട് നീ നിന്റെ കുടുംബത്തെ പരിഗണിക്കണം. എല്ലാത്തിലും ഉപരിയായിട്ട് നീ നിന്റെ കുടുംബത്തെയാണ് പരിഗണിക്കേണ്ടത്, മറ്റുള്ളതൊക്കെ പിന്നെയല്ലേ. നീ നിന്റെ ഭാര്യക്കും മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ നീ ചെലവിന് കൊടുക്കണം, അവരെ നീ നോക്കണം. അപ്പൊ എല്ലാത്തിനും ഉപരിയായിട്ട് നീ നിന്റെ കുടുംബത്തെയാണ് പരിഗണിക്കേണ്ടത് എന്ന് പറയാണ്. എങ്ങനെയാ ഇംഗ്ലീഷ് പറയാ, എബവ് ഓൾ എല്ലാത്തിനും ഉപരിയായിട്ട്, യു മസ്റ്റ് കൺസിഡർ യുവർ ഫാമിലി. തീർച്ചയായും നീ നിന്റെ ഫാമിലിയെ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ യു ഷുഡ് കൺസിഡർ യുവർ ഫാമിലി. എബവ് ഓൾ എല്ലാത്തിലും ഉപരിയായിട്ട്, യു ഷുഡ് കൺസിഡർ യുവർ ഫാമിലി. നീ നിന്റെ ഫാമിലിയെ കൺസിഡർ ചെയ്യണം, എന്നിട്ടല്ലേ മറ്റുള്ളതൊക്കെ. എബവ് ഓൾ എല്ലാത്തിലും ഉപരിയായിട്ട്, യു ഷുഡ് കൺസിഡർ യുവർ ഫാമിലി. ഇങ്ങനെയാണത് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറയാണ്, എല്ലാത്തിനും ഉപരിയായിട്ട് ഈ സിനിമ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ കഥയാണ്. എല്ലാത്തിലും ഉപരിയായിട്ട് ഈ സിനിമ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ കഥയാണ്. ഇപ്പോ അവതാർ 2 എന്ന് പറയുന്ന സിനിമ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമയെ കുറിച്ച് പറയാണ്, എബവ് ഓൾ എല്ലാത്തിനും ഉപരി, ദിസ് മൂവി ഈസ് എ സ്റ്റോറി ഓഫ് എ ഫാമിലി. ഈ സിനിമ ഒരു കുടുംബത്തിന്റെ കഥയാണ്. എബവ് ഓൾ എല്ലാത്തിലും ഉപരി, ദിസ് മൂവി ഈസ് എ സ്റ്റോറി ഓഫ് എ ഫാമിലി. ഈ സിനിമ ഒരു കുടുംബത്തിന്റെ കഥയാണ് എന്ന് പറയാണ്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഇപ്പോ ഒരാള് ഒരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഓർമ്മിപ്പിക്കാണ്, അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ കാര്യപ്പെട്ട ഒരാൾ ഓർമ്മിപ്പിക്കാണ്, എല്ലാത്തിനും ഉപരിയായിട്ട് നീ അവിടെ എത്തിയാൽ വിളിക്കാൻ മറക്കരുത്. എല്ലാത്തിനും ഉപരിയായിട്ട് നീ അവിടെ എത്തിയാൽ വിളിക്കാൻ മറക്കരുത്. ലീവ് കഴിഞ്ഞിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്ന സമയത്ത് അമ്മ മകളോട് പറയാണേ, എല്ലാത്തിനും ഉപരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ, എല്ലാത്തിനും ഉപരി അവിടെ എത്തിയാൽ നീ വിളിക്കാൻ മറക്കരുത്. അപ്പൊ എങ്ങനെയാ അത് പറയാ, എബവ് ഓൾ ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ വെൻ യു ഗെറ്റ് ദേർ. എല്ലാത്തിലും ഉപരിയായിട്ട്, ഡോണ്ട് ഫോർഗെറ്റ് നീ മറക്കരുത്, ടു കോൾ വിളിക്കാൻ, വെൻ യു ഗെറ്റ് ദേർ നീ അവിടെ എത്തുമ്പോൾ വിളിക്കാൻ മറക്കരുത് എന്നാ പറഞ്ഞത്. ഒന്നുകൂടെ പറയാം, എബവ് ഓൾ ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ വെൻ യു ഗെറ്റ് ദേർ നീ അവിടെ എത്തുന്ന സമയത്ത് എല്ലാത്തിനും ഉപരിയായിട്ട് നീ ആദ്യം എന്ത് ചെയ്യണം, വിളിക്കാൻ മറക്കരുത്, എന്നെ വിളിച്ചറിയിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ആകെ ടെൻഷനായിട്ട് പോകും എന്നുള്ളതാണ്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഇപ്പോ ഇങ്ങനെ പറയാണ്, എല്ലാത്തിലും ഉപരിയായിട്ട് ഈ ഒരു പകർച്ചവ്യാധിയുടെ ഈ ഒരു കാലത്ത് നിങ്ങൾ കൈകൾ നന്നായിട്ട് കഴുകണം. എല്ലാത്തിനും ഉപരിയായിട്ട് ഈ ഒരു പാൻഡമിക്കിന്റെ സമയത്ത് നിങ്ങൾ കൈകൾ നന്നായിട്ട് വൃത്തിയാക്കണം എന്നാ പറയുന്നത്. എങ്ങനെയാ പറയാം,
Above all, you should wash your hands properly during this pandemic. Above all, എല്ലാത്തിനും ഉപരിയായിട്ട് യു ഷുഡ് വാഷ് യുവർ ഹാൻഡ്സ്, നിങ്ങളുടെ കൈകൾ നിങ്ങൾ കഴുകണം പ്രോപ്പർലി, വളരെ കൃത്യമായിട്ട്. ഇപ്പോൾ ഡ്യൂറിങ് ദിസ് പാൻഡമിക്, ഈ ഒരു പകർച്ചവ്യാധി ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാൻഡമിക്കിന്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൈകൾ വളരെ പ്രോപ്പറായിട്ട് കഴുകണം. എബവ് ഓൾ, എല്ലാത്തിനും ഉപരിയായിട്ട്. ഒന്നുകൂടെ പറയാം, എബവ് ഓൾ, എല്ലാത്തിനും ഉപരിയായിട്ട് യു ഷുഡ് വാഷ് യുവർ ഹാൻഡ്സ് പ്രോപ്പർലി, നിങ്ങൾ നിങ്ങളുടെ കൈകൾ നന്നായിട്ട് തന്നെ കഴുകണം ഡ്യൂറിങ് ദിസ് പാൻഡമിക്, ഈ ഒരു പകർച്ചവ്യാധി പടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അമ്മ മകളെ അല്ലെങ്കിൽ മകനെ ഉപദേശിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ഉപദേശിക്കുന്നത് പോലെയാണ്. എല്ലാത്തിനും ഉപരി അമ്മയുടെ കുട്ടി എന്ത് ചെയ്യുക? ആ കൃത്യസമയത്ത് മരുന്ന് കഴിക്കണം കേട്ടോ എന്ന് വാത്സല്യത്തോടു കൂടി പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയാ? അതെങ്ങനെയാ പറയാ? എബവ് ഓൾ, എല്ലാത്തിനും ഉപരിയായിട്ട് യു ഷുഡ് ടേക്ക് യുവർ മെഡിസിൻസ് ഓൺ ടൈം. യു ഷുഡ് ടേക്ക് യുവർ മെഡിസിൻസ്, നീ നിന്റെ മരുന്നുകൾ എടുക്കണം എന്നല്ല ഇവിടെ അർത്ഥം, മരുന്ന് കഴിക്കണം തന്നെയാണ് അർത്ഥം. യു ഷുഡ് ടേക്ക് യുവർ മെഡിസിൻസ് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത്, ആ കൃത്യം പറഞ്ഞിട്ടുള്ള ആ സമയത്ത് തന്നെ നീ മരുന്നൊക്കെ കഴിക്കണം കേട്ടോ. എബവ് ഓൾ, എല്ലാത്തിനും ഉപരിയായിട്ട് യു ഷുഡ് ടേക്ക് യുവർ മെഡിസിൻസ് ഓൺ ടൈം, നീ നിന്റെ മരുന്നൊക്കെ കൃത്യമായിട്ട് തന്നെ കഴിക്കണം എന്നാണ് പറയുന്നത്. നല്ലൊരു ഉപദേശമാണ് അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ അവസാനത്തെ വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എബവ് ഓൾ, എല്ലാത്തിലും ഉപരിയായിട്ട് ഐ റിയലി ലൈക്ക് ഹിസ് കോൺഫിഡൻസ്, എനിക്ക് ശരിക്കും അവൻ്റെ ആ ഒരു കോൺഫിഡൻസ് ആണ് ഇഷ്ടം. എബവ് ഓൾ, എല്ലാത്തിലും ഉപരിയായിട്ട് ഐ റിയലി ലൈക്ക് ഹിസ് ട്രൂത്ത്ഫുൾനെസ്, അവൻ്റെ ആ ഒരു സത്യസന്ധത, അതാണ് എനിക്കിഷ്ടം. എബവ് ഓൾ ഐ റിയലി ലൈക്ക് ഹിസ് വാക്കിംഗ് സ്റ്റൈൽ, എനിക്ക് അവൻ്റെ ആ നടത്തത്തിൻ്റെ ആ ഒരു സ്റ്റൈലാണ് ഇഷ്ടം. അങ്ങനെ നമ്മുടെ ഇഷ്ടം നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അവിടെ എബവ് ഓൾ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും ഉപരി ഏറ്റവും കൂടുതലായിട്ട് എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്. കമന്റുകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നുണ്ട്. നല്ല കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.